ഈ കാലഘട്ടത്തിൽ പറയാൻ പാടുള്ളതാണോ? ഇത്രയും വിദ്യാഭ്യാസവും വിവരവും വിവേകവുമുള്ള ചിന്താശേഷിയുള്ള ഒരു സമൂഹം നമ്മൾ ഈ പറയുന്നതൊക്കെ അംഗീകരിക്കുമോ? വലിയ മോശമല്ലേ എന്നവർക്കറിയാം. പക്ഷേ അവർക്കത് പറഞ്ഞേ മതിയാകും. ഇനി വേറൊരെണ്ണം കേട്ടോ. ഒറ്റ സെക്കൻഡ് എന്നിട്ട് പുറത്തെടുത്തിട്ട് അള്ള കഴിക്കും. ദുനിയാവെന്ന് എന്തെങ്കിലും വിഷമം ഉണ്ടായിന? ഇല്ലല്ലോ. ഒരു വിഷമം ഉണ്ടായില്ല. ഇല്ല. ഒരു സെക്കൻഡ് സ്വർഗത്തിലെ സുഖം കൊണ്ട് ദുനിയാവ് മുഴുവൻ മറന്നു പോകുമെന്ന് നബിയുനാ റസൂൽ. അതായത് ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ അയാൾ സ്വർഗത്തിന്റെ സുഖത്തിനകത്ത് ഒരുത്തനെ മുക്കിയിട്ട് പൊക്കി എടുത്തിട്ട് ചോദിക്കും, നിനക്ക് നിനക്ക് ലോകത്ത് ഐഹിക ലോകത്ത് ഇവിടെ ജീവിച്ചിരുന്ന സമയത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ട്? ഒന്നുമില്ല. എന്തെങ്കിലും പ്രശ്നം? ഒന്നുമില്ല. അപ്പോൾ ഈ സ്വർഗത്തിലെ സുഖം എന്ന് പറഞ്ഞാൽ എന്താണ്? നദിയാണോ? അതോ പോയേയാണോ ഇവര് പറയുന്നത് പോലെ? അതിനകത്ത് മുക്കിയിട്ട് പൊക്കിയത് കൊണ്ടായിരിക്കും കക്ഷിയെല്ലാം മറന്നുപോയത്. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. പറസ്തേ ഒറ്റ സെക്കൻഡ് എന്നിട്ട് പുറത്തെടുത്തിട്ട് അള്ള കഴിക്കും. ദുനിയാവെന്ന് എന്തെങ്കിലും വിഷമം ഉണ്ടായിന? ഇല്ലല്ലോ. ഒരു വിഷമം ഉണ്ടായില്ല. ഇല്ല. ഒരു സെക്കൻഡ് സ്വർഗത്തിലെ സുഖം കൊണ്ട് ദുനിയാവ് മുഴുവൻ മറന്നു പോകുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. സ്വർഗത്തിലെ ഫുഡൊന്നും കഴിക്കണ്ട, അങ്ങനെ മൂക്കിന് അതിന്റെ മണം കിട്ടിയാൽ മതി. എന്തായിരിക്കും അപ്പൊ സ്വർഗം? നിങ്ങൾ ആലോചിച്ച് നോക്കി. മൂക്കില് മണം കിട്ടാൻ ഹൂറികൾ അവിടെ പാചകം ചെയ്യുന്നുണ്ടാകും അല്ലേ? ഗ്യാസ്, തന്തൂരി, അല്ലെങ്കിൽ തന്നെ ഫ്രൈ ഒക്കെ ആക്കണ്ടേ പക്ഷികളെ ഒക്കെ പിടിച്ചിട്ട്? ശരി, എന്തായിരിക്കും സ്വർഗം? സ്വർഗത്തിൽ ഒരു ആപ്പിള് പറിക്കുമ്പോ 2 ആപ്പിൾ അവിടെ ഫിറ്റ് ആയിട്ടുണ്ടോ പറിക്കുമ്പോഴേക്ക്? ഇദ്ദേഹം ഇപ്പൊ എന്താ പറഞ്ഞത്? സ്വർഗത്തിൽ ഭക്ഷണം വേണ്ട എന്നല്ലേ അദ്ദേഹം പറഞ്ഞത്? എനിക്ക് തോന്നിയതാണോ എന്നറിയില്ല. ഒന്ന് കേട്ടു നോക്ക്. സ്വർഗത്തിലെ ഫുഡൊന്നും കഴിക്കണ്ട, അങ്ങനെ മൂക്കിന് അതിന്റെ മണം കിട്ടിയാൽ മതി. ചിലപ്പോ ആലങ്കാരികമായിട്ട് പറഞ്ഞതായിരിക്കും അല്ലേ? ശരി. ഒറ്റ സെക്കൻഡ് എന്നിട്ട് പുറത്തെടുത്തിട്ട് അള്ള കഴിക്കും. ദുനിയാവെന്ന് എന്തെങ്കിലും വിഷമം ഉണ്ടായിന? ഇല്ലല്ലോ. ഒരു വിഷമം ഉണ്ടായില്ല. ഇല്ല. ഒരു സെക്കൻഡ് സ്വർഗത്തിലെ സുഖം കൊണ്ട് ദുനിയാവ് മുഴുവൻ മറന്നു പോകുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. സ്വർഗത്തിലെ ഫുഡൊന്നും കഴിക്കണ്ട, അങ്ങനെ മൂക്കിന് അതിന്റെ മണം കിട്ടിയാൽ മതി. എന്തായിരിക്കും അപ്പൊ സ്വർഗം? നിങ്ങൾ ആലോചിച്ച് നോക്കി. എന്തായിരിക്കും സ്വർഗം? സ്വർഗത്തിൽ ഒരു ആപ്പിള് പറിക്കുമ്പോ 2 ആപ്പിൾ അവിടെ ഫിറ്റ് ആയിട്ടുണ്ടോ പറിക്കുമ്പോഴേക്ക്? അവിടെ പൂഴ്ത്തിവെപ്പില്ല, കഷ്ണം വെക്കലില്ല. തിന്നോണ്ടിരിക്കുമ്പോ അനിയത്തിക്ക് വെച്ചേക്കുന്ന ഡയലോഗൊന്നും ഉണ്ടാവില്ല. വിലക്കയറ്റില്ല, സീസൺ അല്ലാത്ത പ്രശ്നമില്ല, കൊക്ക എത്തുന്നില്ല, അങ്ങനെയൊന്നുമില്ല. അതൊല്ലില്ലത്ത് കുത്തുഫഹത്ത് അതിലില്ല, ഇങ്ങോട്ടേക്ക് വരും. ഒറ്റ സെക്കൻഡ്. എന്താണോ സ്വർഗത്തിൽ ആവശ്യമായിട്ടുള്ളത് അതവിടെ കിട്ടും. ഇതെല്ലാം മുസ്ലിം പുരോഹിതന്മാര് പറയുന്നതാണല്ലോ, നമ്മളാരും പറയുന്നതല്ല കേട്ടോ. മുസ്ലിം പുരോഹിതന്മാരുടെ വാക്കുകളാണ്. ഇനിയും എന്തെങ്കിലും എല്ലാവരും റെഡി ആയിട്ടല്ലേ ഇരിക്കുന്നേ? ശരി, സ്വർഗമാണ് ഇറങ്ങി വരിക. സ്വർഗത്തിൽ ഇരുന്ന് കേട് പഴം വേണമെന്ന് ആഗ്രഹിച്ചാൽ മതി. ആ പഴം നിന്റെ മുമ്പിൽ വന്ന് വീഴും. ആ പഴം പറിക്കപ്പെടും. അതേ സ്ഥാനത്ത് വേറൊരു പഴം മുളച്ചിട്ടും വരും. ഇതൊക്കെയാണ് ഈ പ്രശ്നം. ആദ്യത്തെ ഉസ്താദ് പറഞ്ഞത് 1 ആപ്പിൾ പറിക്കുമ്പോൾ 2 ആപ്പിൾ അവിടെ ഫിറ്റ് ആകുമെന്നാണ്. പക്ഷേ കബീർ ബാക്കവി പറയുന്നത് 1 ആപ്പിൾ പറിക്കുമ്പോൾ 1 ആപ്പിൾ ഫിറ്റ് ആകുമെന്നാണ്. ഇവർ കണക്കിന്റെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനത്തിൽ എത്തണം കേട്ടോ. ശരി, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നിനക്ക് ഇഷ്ടപ്പെട്ടതെന്താണോ? മട്ടനാണ് ഇഷ്ടമെങ്കിൽ മട്ടനുണ്ട്, ചിക്കനാണ് ചിലത് ചിക്കനാണ്, ചിലത് ബീഫാണ് ബീഫാണ്. തീറ്റയും ഭോഗവും ഇല്ലെങ്കിൽ ഇവിടെ ഞങ്ങൾ നിസ്കരിക്കത്തുമില്ല, നോമ്പും പിടിക്കത്തില്ല കേട്ടോ. മര്യാദയ്ക്ക് ഇതൊക്കെ തന്നോളാനെന്ന് ആരോ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയെന്ന് തോന്നുന്നു. പറയുന്നു ആഗ്രഹിക്കുന്ന പക്ഷിയുടെ ഇറച്ചിയും അവിടെയുണ്ട്. തിന്നാതിരുന്നത് കാടപ്പക്ഷിയുടെ ഇറച്ചിയെ കട്ടിത്തേനുമാണ്. സ്വർഗത്തിന് കയറുമ്പോഴേ കിട്ടുന്ന ഒരു ഭക്ഷണമുണ്ട്. കയറുമ്പോഴേ ഉണ്ടാക്കുന്ന ഭക്ഷണം എന്താ പറഞ്ഞമാരെ? നമ്മളിപ്പോ ഹോട്ടലിലൊക്കെ പോയാ ഇപ്പൊ സാധനം ഓർഡർ ചെയ്താലും 15 കഴിഞ്ഞ് കിട്ടുള്ളൂ. അപ്പൊ അതുവരെ ഒരു വിരസത ഇല്ലാതാവാൻ ചാട്ടമുണ്ട്. സൂപ്പ് ഇല്ലേ, ചെറിയ സൂപ്പുകൾ, ഹോട്ട് ആൻഡ് ഷുഗർ ഉണ്ട്, പോപ്കോൺ ഉണ്ട്, ചെറിയ സ്റ്റാർട്ടറുകളുണ്ട്. അത് മെയിൻ മെനു പിന്നെ ഇത് ആദ്യം ഒരു സ്റ്റാർട്ടറാണ്. സ്വർഗത്തിലേക്ക് കയറുമ്പോൾ സ്റ്റാർട്ടർ വരും. പിന്നെയാണ് മെയിൻ മെനു. ചിക്കൻ അൽബാം, ചിക്കൻ 65, ചിക്കൻ കൊണ്ടാട്ടം, ചിക്കൻ മധുബൂത്ത, ചിക്കൻ മധുബൂത്ത, ചിക്കൻ മുഖാലത്തുൽ ഹവാദിസി, ചിക്കൻ ദിഹാമുൽ നഫ്സ്, ചിക്കൻ ഇറാദത്ത്, സമ്മ വസർ, ഇങ്ങനെ പല കോഴികളുണ്ട്.
സ്വർഗത്തിൽ പോയിട്ട് റമലാൻ ലീവിന് വന്നതാ കക്ഷി. അതുകൊണ്ട് സ്വർഗത്തിൽ പോയി ഇതെല്ലാം കിട്ടി, സ്റ്റാർട്ടർ കിട്ടി, കള്ള് കിട്ടി, കട്ടിത്തേന് കിട്ടി, കാടാപ്പക്ഷിയുടെ ഇറച്ചി കിട്ടി. ഇതൊക്കെ തിന്നിട്ട് പിന്നെ നമ്മളോട് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പഠിച്ചോൻ കൊണ്ടുവിട്ടതാണ് ബുറാക്കിലെ. ആദ്യമേ അല്ലാഹു വരുന്നത് സ്വർഗത്തിലേക്ക് കയറുമ്പോ ആദ്യത്തെ ഭക്ഷണം ഏത് നബിയെ എന്ന് ജൂതന്മാർ ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, സ്വർഗത്തിലേക്ക് കയറുമ്പോഴേ അല്ലാഹു തരുന്നത് പൊരിച്ച മീനിന്റെ കരളാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഇവിടെ കിട്ടൂലേ ഇതൊന്നും? അതിന് മരിച്ച് അവിടെ തന്നെ ചെല്ലണമെന്നുണ്ടോ? പൊരിച്ച മീനിന്റെ കരള്. അല്ല, വെജിറ്റേറിയൻ ആയിട്ടുള്ള ആളുകൾക്ക് എന്തായിരിക്കും കിട്ടുക? മീനും ഇറച്ചിയൊന്നും ഇഷ്ടമില്ലാത്ത മുസ്ലിങ്ങളും ഉണ്ടല്ലോ. അപ്പോൾ അവർക്ക് പൊരിച്ചത്, ഞാൻ പറഞ്ഞത് എല്ലാം പരസ്പരം ഒരു വൈരുദ്ധ്യങ്ങളാണ്. ഇപ്പം ആകെ വെജിറ്റേറിയൻ ആയിട്ടുള്ള ആളുകൾ വിഷമിക്കത്തില്ലേ? അവർക്ക് പൊരിച്ച മീനിന്റെ കരള് കിട്ടിയിട്ട് എന്താണ് കാര്യം? കരട് പൊരിച്ചു തരും. ആ മീനിന്റെ കരട് നല്ല സ്പൈസി ആയിട്ട് പൊരിച്ചു തരുമ്പോ അതിന്റെ കൂടെ കുടിക്കാൻ തരുന്നതാ പിരിയാറ് തന്നൊഴുകുന്നതാ പാരാറ്, പുഴ പോലെ തന്നതിലുണ്ടോ കള്ളാറ്. പിരിയാറ് തന്നൊഴുകുന്നതാ പാരാറ്, പുഴ പോലെ തന്നതിലുണ്ടോ കള്ളാറ്. കല്ലിന്റെ പുഴ ഊന്നിക്കണ്ട, അടിയുണ്ടാക്കണ്ട, ഒന്നും നോക്കണ്ട. കല്ലിന്റെ പുഴയാണ് ഇവിടെയുള്ളത്. നല്ല സുന്ദരികളായ പെൺകുട്ടികൾ വന്നിട്ട് കല്ലിന്റെ പാത്രം വെച്ചിട്ട് ചോദിക്കും, കള്ള് വേണോ, കള്ള് വേണോ? പക്ഷേ സ്വർഗത്തിലെ കള്ളങ്ങനെ. കള്ളു കുടിക്കാത്തവരോട് എന്ത് വേണോന്നായിരിക്കും ചോദിക്കുന്നത്. എല്ലാ മുസ്ലിങ്ങൾക്കും ഇപ്പൊ കള്ള് താല്പര്യം ഉണ്ടാകണമെന്നൊന്നും ഇല്ലല്ലോ, ഇഷ്ടമുണ്ടാകണമെന്നില്ലല്ലോ. ഇവിടെ കുടിച്ച് ശീലമുള്ളവർക്കാണെങ്കിൽ കൂളായിട്ട് വാങ്ങിച്ചു കുടിക്കാൻ പറ്റും. പക്ഷേ ശീലമില്ലാത്തവരെന്തോ ചെയ്യും? കള്ള് എല്ലാവരും കുടിക്കുന്നത് എന്തിനാ? എല്ലാം മറന്ന്, അവർക്ക് എന്തെങ്കിലും വിഷമങ്ങൾ ഉണ്ടെങ്കിൽ, സങ്കടങ്ങൾ ഉണ്ടെങ്കിൽ, പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മറന്ന് അതിൽ നിന്നും അവരേതോ ഒരു ലോകത്തേക്ക് ഇങ്ങനെ പോകാനാണെന്നൊക്കെയാണല്ലോ നമ്മൾ പറഞ്ഞു കേൾക്കാറ് സിനിമകളിലൊക്കെ. അല്ല, അതെനിക്കറിയില്ല കേട്ടോ അതിനെ കുറിച്ചിട്ടൊന്നും. അപ്പോൾ കള്ള് കുടിച്ചാൽ ലഹരിയുമില്ല, മത്തും പിടിക്കത്തില്ല. അത്ര എന്നാ പിന്നെ നാരങ്ങാള് കൊടുത്താൽ പോരെ. കുടിക്കാൻ തൗഫീഖ് നൽകട്ടെ. സ്വർഗത്തിലെ കല്ല് കുടിക്കാൻ തൗഫീഖ് നൽകട്ടെ. അവിടെ കുടിക്കാതിരുന്ന കല്ലിന്റെ പേരെന്താ? അവിടുത്തെ കല്ലിന്റെ പേര് റഹീഖുൽ മഖ്തൂം. ആരെ ചോദിച്ചാൽ പറയുന്നത് അവിടെ കുടിക്കാൻ തരുന്ന കള്ളിനെ കുറിച്ചിട്ടല്ലേ ഉസ്താദ്? ഉസ്താദേ, എന്നെയും കൂടി വിഷമത്തിലാക്കല്ലേ. സ്വർഗത്തിലെ കള്ള് ഏതാണ് നമുക്ക് നോക്കാം. അപ്പൊ ആ മുത്തഖികൾക്ക് വേണ്ടിയുള്ള സ്വർഗത്തിന്റെ ഉപമ കുടിക്കുന്നവരും കൊടുക്കുന്നവരും എടുക്കുന്നവരൊക്കെ ഓർത്തോളി. ഇനി അങ്ങനെ തൗബ ചെയ്ത് ഇത്ര നാൾ അള്ളാഹു എല്ലാം തരും. നിങ്ങൾ കുടിക്കണം, ഇവിടെ തരുന്നുണ്ട്. ഒന്നും പറയാൻ സമയമില്ല. കുടിക്കാനുണ്ട്, നിങ്ങൾക്ക് വിചരിക്കാനുള്ള സൗകര്യമുണ്ട്, നിങ്ങൾക്ക് പിന്നെ ഏത് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന സ്ത്രീകളെ അള്ളാഹു തരാനുള്ള ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നുണ്ട്. എന്ത് കാര്യമാണ് ആഗ്രഹിക്കും. ആ സ്ത്രീ ഇനി നരകത്തിലാണെങ്കിൽ പടച്ചോൻ കെട്ടി വലിച്ച് മലക്കുകളെ കൊണ്ട് സ്വർഗത്തിൽ കൊണ്ടുവന്ന് തരും. എന്തിനാ നിങ്ങൾക്ക് വ്യഭിചരിക്കാനുള്ള സൗകര്യം? ഞാൻ പറഞ്ഞതല്ലല്ലോ. സ്വർഗം വേശ്യാലയമാണ് എന്ന് ഞാൻ പറഞ്ഞതല്ല കേട്ടോ. നിങ്ങൾക്ക് വിചരിക്കാനുള്ള സൗകര്യമുണ്ട്, നിങ്ങൾക്ക് പിന്നെ ഏത് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന സ്ത്രീകളെ അള്ളാഹു തരാനുള്ള ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നുണ്ട്. എന്ത് കാര്യമാണ് ആഗ്രഹിക്കുന്നത് മുഴുവൻ അള്ളാഹു തരുന്നുണ്ട്. എപ്പോ? ഇവിടെ അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് ഇവിടെ ഒന്നും ചെയ്യാൻ പാടില്ല, ഇവിടെ ഒന്നും ചെയ്യാൻ പാടില്ല. അങ്ങോട്ട് വാ, എല്ലാം തരാം. കോച്ച് ഏത് തരത്തില് വേണം, ഏത് തരത്തില് വേണം? ഹണീബി വേണോ, കൊണ്ടസ വേണോ, വൈറ്റ് മിസ്ചീഫ് വേണോ, ഡോക്ടർ വേണോ, പവർ ഹോഴ്സ് വേണോ, കൊണ്ടസ 3XM 8PM ഏത് സാധനം വേണം? ഇതൊന്നും ഇവിടുത്തെ സാധനം എന്ന് പറഞ്ഞു. മനസ്സിലായോ ഏതൊക്കെ കള്ളുകളാണ് കിട്ടുന്നത് എന്ന്? കൂട്ടിക്കൊടുപ്പുകാരനാണോ എന്നൊന്നും ചോദിക്കരുത്. വേശ്യാലയം ഉണ്ടാക്കി അവിടെ കാത്തു നിൽക്കുന്ന ആള്. സകല കള്ളിൻ്റെയും പെണ്ണിൻ്റെയും ഒക്കെ പേര് ഇവർക്കറിയാം. ഇനിയിപ്പോൾ നിസ്കരിക്കുകയും നോമ്പ് പിടിക്കുകയും ഒക്കെ ചെയ്യുന്ന ആളുകൾക്ക് അയ്യോ എനിക്ക് കിട്ടത്തില്ല എന്നൊരു വിഷമം വേണ്ട. അതിന്റെ പേരുകളൊക്കെ നോക്കി വെച്ചു. കോച്ച് ഏത് തരത്തില് വേണം, ഏത് തരത്തില് വേണം? ഹണീബി വേണോ, കൊണ്ടസ വേണോ, വൈറ്റ് മിസ്ചീഫ് വേണോ, ഡോക്ടർ വേണോ, പവർ ഹോഴ്സ് വേണോ, കൊണ്ടസ
3XM 8PM ഏത് സാധനം വേണം ഇതെല്ലാം. ഇതൊന്നും ഇവിടുത്തെ സാധനം എന്ന് പറഞ്ഞാൽ ഈ ചത്ത, എലി, പന്നി ഇതിന്റെയൊക്കെ അംശം എടുത്തിട്ട് ഉണ്ടാക്കിയ സാധനങ്ങളാണ്. പക്ഷെ അവിടുന്ന് അള്ളാഹു തരുന്ന ഇതൊന്നുമല്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല മദ്യത്തിന്റെ പതഞ്ഞു പൊങ്ങുന്ന മദ്യത്തിന്റെ ചഷകം നിനക്ക് തരാൻ വാഗ്ദാനം ചെയ്തിരിക്കുന്നു. അള്ളാഹ് തരാം. തീർന്നില്ല. ഇതൊക്കെയാണ്